നമസ്കാരം. ഭരണമാറ്റം വന്നിട്ടും രാജിവെക്കാതെ ഭരണസമിതി ശ്രമിക്കുന്നത് അനധികൃത നിയമനങ്ങൾക്ക്. തൃശൂർ ലളിതകലാ അക്കാദമിയിലാണ് അനധികൃത നിയമനങ്ങൾക്ക് ശ്രമം നടക്കുന്നത്. അക്കാദമി അധികൃതർ ഇന്ന് സ്ഥാനം ഒഴിയാനിരിക്കെയാണ് ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമം നടക്കുന്നത്. UDF ഭരണം വന്നതോടെ LDF കാലത്ത് വന്ന ഭരണസമിതികളൊക്കെ രാജിവെച്ച് പടിയിറങ്ങുകയാണ്. സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദൻ അടക്കമുള്ളവർ രാജിവെച്ചതും വാർത്തയായിരുന്നു. എന്നാൽ കേരള ലളിതകലാ അക്കാദമിയിലെ നിലവിലെ ചെയർമാൻ അടക്കമുള്ളവർ രാജിവെച്ചിട്ടില്ല. പകരം അനധികൃത നിയമനങ്ങൾക്കാണ് ഇവർ ശ്രമം നടത്തുന്നത്. ചിലർക്ക് അനധികൃത കരാർ നിയമനവും ചിലർക്ക് പ്രമോഷനും നൽകാനാണ് നീക്കം. ഇതാണ് അക്കാദമിയിൽ പൊട്ടിത്തെറി സൃഷ്ടിക്കാൻ കാരണമായത്. ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കരാർ നിയമനത്തിലും LD ക്ലർക്കിന് പ്രമോഷൻ നൽകി UD ക്ലർക്ക് ആക്കാനും മറ്റൊരു ജീവനക്കാരനെ പ്രമോഷൻ നൽകി LD ക്ലർക്കായി നിയമിക്കാനുമാണ് അക്കാദമി ശ്രമിച്ചത്. ഇത് ചോദ്യം ചെയ്ത ജീവനക്കാരനെ മാനേജർ വിളിച്ച് വിരട്ടിവിടുകയും ചെയ്തു. ജോലി പോകുമെന്ന ഭീതിയിൽ നിയമനങ്ങൾ ചോദ്യം ചെയ്യാനും ജീവനക്കാർ ഭയപ്പെടുകയാണ്. ലളിതകലാ അക്കാദമിയിലെ വാഹനങ്ങൾ ഓടിക്കാൻ നിലവിൽ ഡ്രൈവറുണ്ട്. ഇതല്ലാതെ മറ്റൊരു ഡ്രൈവർ കൂടി ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ ഡ്രൈവറെ കോൺട്രാക്റ്റാക്കി നിയമിക്കാനാണ് ശ്രമം. കഴിഞ്ഞ മാസം ചേർന്ന കമ്മിറ്റിയിൽ ഇതേ വിഷയം ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും അത് നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് യോഗം ചേർന്ന് അന്നത്തെ മിനിറ്റ്സ് അംഗീകരിക്കാനാണ് നീക്കം. ദിവസവേതനത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന 26ഓളം ജീവനക്കാരുണ്ട്. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാതെയാണ് താല്പര്യമുള്ള ചിലർക്ക് മാത്രം നിയമനം നൽകാനും പ്രമോഷൻ നൽകാനും ശ്രമിക്കുന്നത്. പുതിയ സർക്കാരാണ് ജീവനക്കാരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. നിലവിൽ സർക്കാരില്ല. ഈ തക്കം നോക്കിയാണ് ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ അക്കാദമിയിലെ ചിലർ ശ്രമം നടത്തുന്നത്.